നമ്മൾ ഇന്നലെ പ്രോട്ടീന്റെ സ്ട്രക്ചർ ഒക്കെ പഠിച്ചു. അപ്പോൾ ആ പ്രോട്ടീന്റെ സ്ട്രക്ചർ നമുക്ക് ഒരു 4 ലെവലിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മള് എന്താണ് ആറ്റത്തിനെ പറ്റി പഠിച്ചപ്പോൾ എന്താ ചെയ്തത്? ആറ്റം ഇൻഡിവിസിബിൾ ആണെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നെ അതിനെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് സൂം ചെയ്തു പോയപ്പോൾ അതിനകത്ത് പ്രോട്ടോണും ന്യൂട്രോൺ ആദ്യം ഇലക്ട്രോണിനെ കണ്ടു. വീണ്ടും സൂം ചെയ്തു പോയപ്പോൾ ന്യൂക്ലിയസ് ഉണ്ടെന്ന് മനസ്സിലായി. വീണ്ടും സൂം ചെയ്തു പോയപ്പോൾ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടെന്ന് മനസ്സിലായി. വീണ്ടും സൂം ചെയ്ത് മീൻസ് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ പഠിച്ചപ്പോൾ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ദൈവഗണം അല്ലെങ്കിൽ പൈമെയ്സോൺസ് അല്ലെങ്കിൽ ക്വാക്സ് എന്നൊക്കെ പറയുന്ന സബ് ആറ്റോമിക് പാർട്ടിക്കിൾ ഉണ്ടെന്നുള്ള കാര്യത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾ ഉണ്ടെന്നുള്ള കാര്യം കണ്ടുപിടുത്തത്തിൽ വന്നു അല്ലേ. അപ്പൊ നമ്മളത് സൂം ചെയ്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഡ്വാൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അതേപോലെ തന്നെ പ്രോട്ടീന്റെ സ്ട്രക്ചറിനെ നമ്മൾ സൂം ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് 4 ലെവലിലാണ് പഠിക്കാൻ പറ്റുക. അതിനെ പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടെറിഷറി സ്ട്രക്ചർ, ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് പറയുന്ന 4 ലെവലിലാണ് പഠിക്കുന്നത്. ഒരിക്കലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത് പ്രോട്ടീൻ സ്ട്രക്ചർ 4 ലെവലിൽ പഠിക്കുന്നു എന്നുള്ളതാണ്. എഴുതിക്കോ, സ്ട്രക്ചർ ആൻഡ് ഷേപ്പ് ഓഫ് പ്രോട്ടീൻസ്. പ്രോട്ടീൻ can be studied at 4 different level. അതിൽ ഒന്നാമത്തേത് പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയും. പ്രൈമറി സ്ട്രക്ചർ എന്താന്നുള്ള കാര്യം ഇത് എഴുതിയിട്ട് അവസാനം പറഞ്ഞുതരാം. പ്രൈമറി സ്ട്രക്ചർ the sequential arrangement of amino acid chain. Amino acids in polypeptide chain. Polypeptide chain. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, കുറെ അമിനോ ആസിഡുകൾ ചേർന്നാണ് എന്താണ് പ്രോട്ടീൻസ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം അതിന്റെ ഒരു എക്സ്റ്റേണൽ സ്ട്രക്ചർ ആയിട്ട് ഒരു മുത്തുമാല പോലെയാണ് പ്രോട്ടീൻ ഇരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതൊരു അമിനോ ആസിഡ്, ഇത് തൊട്ടടുത്ത അമിനോ ആസിഡുമായിട്ട് പെപ്റ്റൈഡ് ലിങ്കേജ് ചെയ്തിരിക്കുന്നു. തൊട്ടടുത്ത അമിനോ ആസിഡ് കണ്ടോ, ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻസിന്റെ പ്രൈമറി സ്ട്രക്ചർ പഠിക്കുന്നത്. ഇതുപോലെ കുറെ അമിനോ ആസിഡ് എന്താണ് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് അമിനോ ആസിഡ് ഇങ്ങനെ ഇരിക്കുന്നു. ഈ ഒരു ലെവലിൽ ഇതിനെ പഠിക്കുന്നതിനെയാണ് നമ്മൾ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഇനി കുറച്ചുകൂടെ സൂം ചെയ്ത് പോകാൻ പോവാ. അപ്പൊ ഈ അമിനോ ആസിഡ് എങ്ങനെയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് പാരലൽ ആയിട്ടാണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ലെവലിലാണ്. ഇപ്പൊ രണ്ടെന്ന് എഴുതിയിട്ട് സെക്കൻഡറി സ്ട്രക്ചർ എന്ന് എഴുതിക്കോ. സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ the shape in which the polypeptide chain exists is known as secondary structure. അത് രണ്ട് രീതിയിലുണ്ട്. there are two types. There are two types. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ആൽഫ ഹെലിക്കലും രണ്ട് എന്ന് പറയുന്നത് ബീറ്റ പ്ലീറ്റഡുമാണ്. ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചറുമാണ്. അത് എന്താണെന്ന് അറിയാമോ? വേണ്ട, ഇങ്ങനെയാണ് അതിന്റെ കൺസെപ്റ്റ് ഇരിക്കുന്നത്. അതായത് സെക്കൻഡറി സ്ട്രക്ചറിൽ പഠിക്കുന്ന സമയത്ത് ഈ നേരത്തെ ഞാൻ അമിനോ ആസിഡ് തന്നെ ഇങ്ങനെ അമിനോ ആസിഡ് ഇതിന്റെ ബാഹ്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ പറ്റി പഠിക്കുന്നതാണ് പ്രൈമറി സ്ട്രക്ചർ. എന്നാൽ ഇതിനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ അമിനോ ആസിഡ് തന്നെ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഒന്നെങ്കിൽ ചിലര് ഹെലിക്കൽ സ്ട്രക്ചറിലിരിക്കും. ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ഇങ്ങനെ ഹെലിക്കൽ സ്ട്രക്ചറിൽ, ഒന്നെങ്കിൽ വേണ്ട ഇങ്ങനെ ഈ ഒരു ഹെലിക്കൽ സ്ട്രക്ചറിൽ. ചില അമിനോ ആസിഡ് വേണ്ട ഇങ്ങനെ ബീറ്റ പ്ലീറ്റ്, ഈ സാരിയുടെ ഒക്കെ പ്ലീറ്റ് അല്ലെങ്കിൽ മുണ്ടിന്റെ ഒക്കെ പ്ലീറ്റ് എടുക്കത്തില്ലേ, ആ പ്ലീറ്റ് പോലെ കണ്ടോ. ഒന്നെങ്കിൽ അമിനോ ആസിഡ് ഈ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഈ രീതിയിലായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ അതാണ് സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ടെറിഷറി സ്ട്രക്ചർ പറയുന്ന സമയത്ത് മൂന്നാമത്തെ ലെവല് ടെറിഷറി സ്ട്രക്ചർ ആണ്.
tertiary structure. Quaternary. Okay, tertiary structure. Tertiary structure. Tertiary structure nathu parayanullathu, it represents overall folding of secondary structure, which classify them into fibrous and globular protein. ഇതെന്താണെന്ന് അറിയാമോ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കൺസെപ്റ്റ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു അമിനോ ആസിഡ് നിങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ അത് ഇങ്ങനെ ഒരു ഇതിനകത്തായിരിക്കും ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു ഇതാന്ന് വിചാരിച്ചോ, ഒരു കേസ് ആണെന്ന് വിചാരിച്ചോ. ഒരു കേസിനകത്താണ് ഇരിക്കുന്നത്. ഇതിനകത്ത് അമിനോ ആസിഡ്, ചില ഭാഗത്ത് അമിനോ ആസിഡ് ബീറ്റാ പ്ലേറ്റഡ് ആയിരിക്കും, ചില സ്ഥലത്ത് ഹെലിക്കൽ ആയിരിക്കും, ചില സ്ഥലത്ത് ബീറ്റാ പ്ലേറ്റഡ് ആയിരിക്കും, വീണ്ടും ഹെലിക്കൽ ആയിരിക്കും. ഇനി ചില സ്ഥലത്ത് വീണ്ടും ബീറ്റാ പ്ലേറ്റഡ്, ചില സ്ഥലത്ത് ഹെലിക്കൽ, ചില സ്ഥലത്ത് വീണ്ടും ബീറ്റാ പ്ലേറ്റഡ്, ചില സ്ഥലത്ത് ഹെലിക്കൽ. ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരാം, ഇങ്ങനെ പാരലൽ ആയിട്ട് രണ്ട് ചെയിൻ പോകുന്ന രീതി വരാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോയിൽഡ് ചെയ്ത് വരാം. ഇതെല്ലാം അതായത് ഈ ഒരു സ്ട്രക്ചറിനകത്തുള്ള കണ്ടോ, ഇത് നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചു. നേരത്തെ നമ്മൾ ആദ്യം എന്താ ബാഹ്യമായിട്ട് മുത്തുകൾ പോലെയാണ് പഠിച്ചത്. അതിനെ സൂം ചെയ്തപ്പോൾ ഇതിനകത്ത് അമിനോ ആസിഡ് ഇങ്ങനെ ഇരിക്കുന്നതും പഠിച്ചു. അതിനകത്തെ വീണ്ടും സൂം ചെയ്ത് പോയപ്പോൾ അത് ഇങ്ങനെ ഒരു കേസ് പോലുള്ളതിനകത്താണ് ഇത് ഇരിക്കുന്നതെന്ന് പഠിച്ചു. എന്നിട്ട് ഇനി പഠിക്കാൻ പോകുന്നത് ക്വാട്ടർണറി സ്ട്രക്ചർ, ഏറ്റവും ലാസ്റ്റ് സ്ട്രക്ചർ ആണത്. അതെങ്ങനെയാണെന്ന് അറിയാമോ? ഇതുപോലെയുള്ള കുറെ കേസുകൾ ഇങ്ങനെ തലങ്ങും പാരലായിട്ട് പോകും, അല്ലെങ്കിൽ കോയിൽഡ് ആയിട്ട് പോകും. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ തന്നെ അത് ഗ്ലോബുലർ ആണോ ഫൈബ്രസ് ആണോ എന്നൊക്കെ നോക്കുന്നത് ഇതിനനുസരിച്ചാണ് നോക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ എഴുതാം. ക്വാട്ടർണറി സ്ട്രക്ചർ വരുന്ന സമയത്ത് അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. quaternary structure. Some proteins are made up of more than one polypeptide chain. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു കേസ്, more than one കുറെ polypeptide chain ഇങ്ങനെ വരാം. അത് വട്ടത്തിൽ കോയിൽ ചെയ്യുകയോ പാരലായിട്ട് പോവുകയോ ഒക്കെ ചെയ്യാം. Okay, more than one polypeptide chain. Peptide chain. The spatial orientation of one polypeptide chain with other is known as quaternary structure. ഇവിടെ ഞാൻ ആ ടെറിഷറി സ്ട്രക്ചറിനകത്ത് ഒരു കാര്യം കൂടെ, ഇനി സെക്കൻഡറി സ്ട്രക്ചറും ടെറിഷറി സ്ട്രക്ചറും സ്റ്റെബിലൈസ് ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ടും അതേപോലെ തന്നെ എന്താണ് ഡൈസൾഫൈഡ് ബോണ്ട് എന്ന് പറയുന്ന ബോണ്ടുമായിട്ടാണ്. അത് ഞാൻ പറഞ്ഞു തരാം അതെങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾ നോക്കുക. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ഒന്നുകൂടെ പറയാണ്. പ്രൈമറി സ്ട്രക്ചർ ആയിട്ട് പഠിക്കുവാണെങ്കിൽ പ്രോട്ടീനെ നമ്മുടെ അമിനോ ആസിഡ് ഇങ്ങനെ ഒരു മുത്തുകൾ പോലെ അങ്ങ് പഠിച്ചാൽ മനസ്സിലായോ? സെപ്പറേറ്റ് ബാഹ്യമായിട്ട് ഇങ്ങനെ ആയിരിക്കുന്നതാണ്. എന്നാൽ കുറച്ചുകൂടെ സൂം ചെയ്ത് പോകുമ്പോൾ ഇതൊരു അമിനോ ആസിഡ് ആണെങ്കിൽ ചില അമിനോ ആസിഡ് ഇങ്ങനെ ഇരിക്കും, ചില അമിനോ ആസിഡ് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇനി എന്താണ് ടെറിഷറിയിലോട്ട് പോകുന്ന സമയത്ത് ഒരു ലോങ് പോളിപെപ്റ്റൈഡ് ചെയിനകത്ത് പല ഭാഗത്തും അമിനോ ആസിഡ് ഇങ്ങനെ ബീറ്റാ പ്ലീറ്റഡ് ആയിട്ടും, ചില ഭാഗത്ത് ഇങ്ങനെ, ചില ഭാഗത്ത് ബീറ്റാ പ്ലീറ്റഡ്, ചില ഭാഗത്ത് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇത് ടെറിഷറി സ്ട്രക്ചർ. നമ്മുടെ ക്വാട്ടർണറി പറയുന്ന സമയത്ത് ഇതുപോലെയുള്ള പാരലൽ ആയിട്ടുള്ള കുറെ ഇത് വരാം, ബീറ്റാ പ്ലീറ്റഡ് എന്താണ് ഹെലിക്കൽ, ഇതുപോലുള്ള കുറെ വരാം. അത് ഇങ്ങനെ പാരലായിട്ട് റൺ ചെയ്യുമ്പോൾ ഒരു
എന്താണ് പോളിപെപ്റ്റൈഡ് ചെയിനും മറ്റേ പോളിപെപ്റ്റൈഡ് ചെയിനും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഒന്നെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് വഴിയോ അല്ലെങ്കിൽ ഡൈസൾഫൈഡ് ബോണ്ട് വഴിയോ ആയിരിക്കാം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഹൗ പ്രൈമറി ആൻഡ് ടെർഷ്യറി സ്ട്രക്ചർ സ്റ്റെബിലൈസ്ഡ് ത്രൂ എന്താ ഹൈഡ്രജൻ ബോണ്ട് ആൻഡ് ഡൈസൾഫൈഡ് ബോണ്ട്. ഇവർ തമ്മിൽ എന്താ തമ്മിലൊരു ബോണ്ട് ഉണ്ടാവുമല്ലോ. ഇനി ഇങ്ങനെ വട്ടത്തിലും കോയിൽ ചെയ്യാം കേട്ടോ. ഇപ്പൊ ഒരു കോയിൽ തന്നെ ഇങ്ങനെ വരാം, അടുത്ത കോയിൽ തന്നെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെയൊക്കെ പോവാം. നമ്മൾ പറഞ്ഞില്ല ഗ്ലോബുലാർ പ്രോട്ടീനും അതേപോലെ തന്നെ എന്താ രണ്ട് ടൈപ്പ് പ്രോട്ടീൻ പഠിച്ചു, ഫൈബ്രസ് പ്രോട്ടീനും ഗ്ലോബുലാർ പ്രോട്ടീനും. അപ്പൊ അത് അങ്ങനെയൊക്കെ പല രീതിയിൽ ഉണ്ടാവാം. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രോട്ടീനെ നമ്മളിപ്പോ 4 ലെവലിൽ പഠിച്ചു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രക്ചർ അല്ല പഠിച്ചിരിക്കുന്നത്, പ്രോട്ടീന്റെ തന്നെ 4 ലെവലിൽ സൂം ചെയ്ത് പഠിക്കുമ്പോൾ ഉള്ള കേസുകളാണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. ഇത് പഠിച്ചാലേ ഇനി ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ പരീക്ഷ കാർബണറി സ്ട്രക്ചറിന്റെ ഡെഫിനേഷൻ ഒന്ന് കാണിക്കാം. കാണിക്കാം. അപ്പം ആ ടെറിഷ്യറി സ്ട്രക്ചറിനകത്ത് ഒരു കാര്യം കൂടെ എഴുതിക്കോണം. അല്ല അതിന്റെ താഴെ എഴുതിയാൽ മതി. ഒരു ഡോട്ട് ഇട്ട് സെക്കൻഡറി ആൻഡ് ടെറിഷ്യറി സ്ട്രക്ചർ ആർ സ്റ്റെബിലൈസ്ഡ് by hydrogen and disulfide bond. പക്ഷെ നമ്മൾ ഇത്രയും പഠിച്ചു കേട്ടോ. ഇത്രയും പഠിച്ചേ. ഏകദേശം ഒരു പേജ് വിട്ടേക്ക്, എഴുതാനുള്ളത് വിട്ടേക്കാം. ഇനി അടുത്ത എഴുതുന്നത് ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ. ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ. ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ എന്താണെന്നറിയോ? ഒരു പ്രോട്ടീന്റെ സെക്കൻഡറി സ്ട്രക്ചറും ടെറിഷ്യറി സ്ട്രക്ചറും ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അങ്ങനെ ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ pH വ്യതിയാനം സംഭവിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ടെമ്പറേച്ചറിന് വ്യത്യാസം വന്നുകൊണ്ടോ. സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. മുട്ട എന്ന് പറയുന്നത് എഗ് വൈറ്റിനകത്തുള്ള യോക്കും എന്താണ്? പ്രോട്ടീനാണ്. ശരിയല്ലേ? അതിനകത്ത് നമ്മൾ പറയും യോക്ക് ഒത്തിരി കഴിക്കാൻ പാടില്ല, യോക്ക് ഫാറ്റ് ആണ്. ശരിക്കും അതിനകത്ത് ഒരു ശരീരത്തിന്റെ എന്താണ് ബ്ലോക്ക് മാറ്റാനായിട്ടുള്ള ഏറ്റവും എസെൻഷ്യൽ ആയിട്ടൊരു അമിനോ ആസിഡ് അതിനകത്തുണ്ടെന്നുള്ളൊരു കണ്ടുപിടുത്തമാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. അതായത് ആ എഗ് യോക്കിനകത്ത് ഒരു അമിനോ ആസിഡ് ഉണ്ട്. ആ അമിനോ ആസിഡ് ഈസ് എന്താണ്? ഗുഡ് ഫോർ എന്താണ്? റിലീസിങ് ബ്ലോക്ക് ഫ്രം ദ ബ്ലഡ്. അപ്പൊ ബ്ലഡിനകത്തു നിന്ന് ബ്ലോക്കിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു അമിനോ ആസിഡ് അതിനകത്തുണ്ടെന്നൊക്കെയുള്ള പഠനം വരുന്നുണ്ട്. മനസ്സിലായോ? നമ്മൾ ഇപ്പൊ പറഞ്ഞ കൊളസ്ട്രോൾ കൂടും, മുട്ടയുടെ മഞ്ഞ കഴിച്ചാൽ മുട്ട ആസ് ഹോൾ ഈസ് ഗുഡ് പ്രോട്ടീൻ സോഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം മുട്ട നമുക്കറിയാം, ആ നോർമലി നമ്മൾ കടയിൽ ചെന്ന് മുട്ട മേടിക്കുമ്പോൾ അത് ലിക്വിഡാണ് അല്ലേ? അതിനെ പുഴുങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് എന്ത് സംഭവിക്കുന്നത് അറിയാം? അതിന്റെ സ്ട്രക്ചർ നഷ്ടപ്പെട്ട് അത് കട്ടിയാവും. കണ്ടോ? അത് മാറി. അതിന് ഡീനേച്ചറേഷൻ സംഭവിച്ചുകൊണ്ടാണ് അത് എന്താവുന്നത്? അത് കട്ടിയാവുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതേപോലെ തന്നെയാണ് കേർഡ്ലിംഗ് ഓഫ് മിൽക്ക്. മിൽക്കിനകത്തും പ്രോട്ടീൻസ് ഉണ്ട്. അപ്പൊ ആ ബാക്ടീരിയ ആക്ട് ചെയ്യുന്ന സമയത്ത് അത് തൈരായി മാറും. അതും അതിന്റെ സ്ട്രക്ചർ നഷ്ടപ്പെടുന്നുണ്ട്. അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ സെക്കൻഡറി ടെറിഷ്യറി സ്ട്രക്ചർ നഷ്ടപ്പെട്ടിട്ട് പാല് തൈരായിട്ട് മാറുന്നത്. മനസ്സിലായി? ഇത് രണ്ട് ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ ഒരു നാച്ചുറൽ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ, അതുകൊണ്ട് അത് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ എഴുതാം: എ നേറ്റീവ് പ്രോട്ടീൻ is a protein which have unique biological activity when subjected to change
changes in temperature, pH and chemical reactions, comma secondary and tertiary structure of protein gets destroyed. This is known as denaturation. Example: boiling of egg albumin. അതേപോലെ curdling of milk, curdling of milk. ഇത് രണ്ടും denaturation കൺസെപ്റ്റ് ആണ്. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലേക്ക് പോവാണ്. എൻസൈംസ്. ശരിക്കും എൻസൈം എന്ന് പറയുമ്പോൾ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. അതായത് നമ്മുടെ ശരീരത്തെ മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ കുറച്ചുകൂടെ സ്പീഡിൽ നടത്താൻ സഹായിക്കുന്ന ആൾക്കാരാണ് എൻസൈംസ് എന്ന് പറയുന്നത്. അവരെ ബയോ കാറ്റലിസ്റ്റ് എന്നാണ് പറയാ. ഓക്കെ, they are bio catalyst which has a specific biological function. Almost all the enzymes are globular protein. ഒരു എക്സാമ്പിൾ ഇപ്പം C12H22O11 ഇത് മാൾട്ടോസ് ആണ്. സൂക്രോസിന് ഈ ഫോർമുല തന്നെയാണ്, പക്ഷെ അത് ഐസോമർ ആണ്. അതിന്റെ മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കാൻ പറ്റുന്നത് C6H12O6 ഇവിടെ ഇട്ടാൽ ആക്കുന്ന എൻസൈമിന്റെ പേര് മാൾട്ടേസ് എന്നാണ്. മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? മാൾട്ടേസ് ഉപയോഗിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഏതാണോ ശരിക്കും അത് പറയുന്നത്, they are generally named on the basis of substrate on which they act. ഇപ്പൊ മാൾട്ടോസിൽ ആക്ട് ചെയ്യുന്ന എൻസൈം മാൾട്ടേസ്. അതേപോലെ തന്നെ ഇപ്പൊ ഓരോന്നിനെയും അതിന്റെ സബ്സ്ട്രേറ്റ് ഏതാണോ അതിനനുസരിച്ചാണ് അതിന് നെയിം വരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇനി ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതിയെന്നേ ഉള്ളൂ, ഇത് ആവശ്യമൊന്നുമില്ല. ഇനിയും ഓക്സി റിഡക്റ്റേസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഓക്സി റിഡക്റ്റേസ് is the enzyme which catalyzes the oxidation of certain substrate and simultaneously reduces the other substance. Simultaneously reduces the other substance. അതായത് ഒരു സബ്സ്ട്രേറ്റിന്റെ ഓക്സിഡേഷനെ സഹായിക്കുന്നതും അതേസമയം മറ്റൊരാളെ റെഡ്യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള എൻസൈമിനെയാണ്
ഓക്സി റിഡക്റ്റേസ് എന്ന് പറയുന്നത്. എന്താണ് ഓക്സി റിഡക്റ്റേസ് എന്ന് എനിക്കൊന്ന് 2 തവണ എങ്ങാണ്ട് ചോദിച്ചിട്ടുണ്ട് നേരത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ അതുകൊണ്ട് തന്നതാണേ. ഇനി വൈറ്റമിൻസും ന്യൂക്ലിക് ആസിഡും കൂടെ ഉള്ളൂ. വൈറ്റമിൻസ് ഒരു ചെറിയ പോർഷൻ ആണ്, ന്യൂക്ലിക് ആസിഡ് വരയ്ക്കാനുള്ള ടോപ്പിക്. ഇത് രണ്ടും പെട്ടെന്ന് തീർക്കാം. ഓക്കെ, എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഹെഡിങ് ആയിരിക്കും വൈറ്റമിൻസ്. വൈറ്റമിൻ വൈറ്റമിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു 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 ഓർഗാനിക് കോമ്പൗണ്ട്സ് തന്നെയാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. എന്താണ് ചില ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതേപോലെ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് മെയിൻ്റെനൻസിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 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 ഘടകമാണ് എന്ത് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. നമുക്ക് വൈറ്റമിൻസ് എന്താണെന്നൊന്നും പഠിക്കാനില്ല, പക്ഷെ 2 ടൈപ്പ് വൈറ്റമിനെ പറ്റി പഠിക്കാനുണ്ട്. അപ്പൊ അതൊന്ന് ഞാൻ എഴുതാം, ബാക്കി ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതുന്നില്ല. വൈറ്റമിൻസ് ആർ ക്ലാസിഫൈഡ് into water soluble and fat soluble vitamin. വാട്ടർ സോലുബിൾ വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? വാട്ടർ സോലുബിൾ വൈറ്റമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിൽ സോലുബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ സ്വെറ്റിലൂടെയും ഒക്കെ ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഡയറ്റിനകത്ത് റെഗുലർ ആയിട്ട് അത് ഇൻടേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇൻടേക്ക് ചെയ്യുന്നില്ല, ഇൻക്ലൂഡ് ചെയ്യണം. അതായത് നമ്മൾ ശരിക്കും അത് എപ്പോഴും ഇൻടേക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂവിൽ സ്റ്റോർ ചെയ്യപ്പെടും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്തു നിന്നുള്ള വൈറ്റമിൻസ് സ്റ്റോർ ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ തന്നെ വാട്ടറിൽ ഇൻസോലുബിൾ ആണ്, അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോകത്തില്ല. നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂവിൽ എന്ത് ചെയ്യും? അത് സ്റ്റോർ ചെയ്യപ്പെടും. അതപ്പം നമ്മൾ റെഗുലർ ആയിട്ട് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ എടുത്താൽ മതി. അതിൽ റെഗുലർ ആയിട്ട് ഉൾപ്പെടുത്തേണ്ടത് വൈറ്റമിൻ സിയും ബിയും. അത് ബിസി എന്ന് അങ്ങ് ഓർത്താൽ മതി. ബിസി, വൈറ്റമിൻ ബി സി. ബിസി ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അത് ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. ബിസി ഓക്കെ, ബി സി, വൈറ്റമിൻ ബി സി എന്ന് ഓർത്താൽ മതി. അപ്പം അത് ഞാൻ ഇങ്ങനെ എഴുതാം, വാട്ടർ സോലുബിൾ വൈറ്റമിൻ. അത് വൈറ്റമിൻ ബിയും ആൻഡ് വൈറ്റമിൻ സിയും. as they are water soluble, they are excreted through urine and sweat, and should be included regularly in our diet. അടുത്തത് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ. അത് വൈറ്റമിൻ എ ഡി ഇ കെ ആണ്. അത് these vitamin are not soluble in water. Hence they are stored
hence they are stored in liver as adipose tissue. Adipose tissue. ഇനി ഞാൻ ആ വൈറ്റമിൻ ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി വരുത്തുന്ന കുറച്ച് ഡെഫിഷ്യൻസി ഡിസീസും അതിന്റെ കൂട്ടത്തിൽ അങ്ങ് തരാം. അതിൽ ഒരു കാര്യം എഴുതേണ്ടത് വൈറ്റമിൻ B12 can be stored in our body. എന്നിട്ട് നമുക്ക് വൈറ്റമിൻ എ അതിന്റെ ഡെഫിഷ്യൻസി ഇതും കൂടെ ഞാൻ തരാമേ. ഒരു ഡോട്ട് ഇട്ട് വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ ഉണ്ടാക്കുന്ന ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ ഈ പറഞ്ഞ അത് ഡെഫിഷ്യന്റ് ആവുമ്പോൾ ഉണ്ടാകുന്ന ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? സിറോപ്താൽമിയ. ബൈഹാർട്ട് ചെയ്ത് പഠിച്ചോണേ, ഒന്നും ഓർമ്മ നിൽക്കത്തില്ല. ബൈഹാർട്ട് ചെയ്ത് പഠിച്ചോണം. സിറോപ്താൽമിയ, അതേപോലെ നൈറ്റ് ബ്ലൈൻഡ്നസ്, നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നസ്. അതേപോലെ തന്നെ വൈറ്റമിൻ B1 നമ്മൾ തയാമിൻ എന്ന് പറയും. THI ആണ്. അതുണ്ടാക്കുന്ന ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുമ്പോൾ ബെറിബെറി എന്ന് പറയും. അതേപോലെ തന്നെ വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ എന്ന് പറയും. വേറെ പേരാണ് റൈബോഫ്ലാവിൻ. അതുണ്ടാക്കുന്ന ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുമ്പോൾ കീലോസിസ് എന്ന് പറയും. അടുത്തത് വൈറ്റമിൻ B6. അത് പൈറിഡോക്സൈൻ എന്ന് പറയും. അത് കൺവല്യൂഷൻസ് ഉണ്ടാക്കും. ബൈഹാർട്ട് ചെയ്ത് പഠിച്ചോണേ, കുറെ രോഗങ്ങളാണ്, അത് കാണാൻ പഠിച്ചേക്കണം. അതേപോലെ തന്നെ വൈറ്റമിൻ B12 അത് അനീമിയ. വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ് എന്നാ പറയുന്നത്. അത് സ്കർവി ഉണ്ടാവും. അടുത്തത് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് റിക്കറ്റ്സ് ഉണ്ടാക്കും. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് മസ്കുലാർ വീക്ക്നെസ് ഉണ്ടാക്കും. മസ്കുലാർ വീക്ക്നെസ്. അതേപോലെ വൈറ്റമിൻ കെ എന്ന് പറയുന്നത് increased time for blood clotting. Increased time for blood clotting. ഇത്ര എഴുതുക. ഇനി ലാസ്റ്റ് ന്യൂക്ലിക് ആസിഡും കൂടെ ഉള്ളൂ, അതുകൂടെ പഠിപ്പിക്കാം. ന്യൂക്ലിക് ആസിഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ ഒരു ഇതിനകത്തുനിന്ന് ന്യൂക്ലിക് ആസിഡ് എന്തായാലും ചോദിക്കും. സ്ട്രക്ചറോ എന്തെങ്കിലും ഒക്കെ വരയ്ക്കാനായിട്ട് ചോദിക്കാറുണ്ട്. ന്യൂക്ലിക് ആസിഡ് ഹെഡിങ് എഴുതിക്കും. ലാസ്റ്റ് ടോപ്പിക്കാണ് ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് RNA എന്ന് പറയും. അതിനെ റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയും.
അതേപോലെ ഒന്ന് DNA എന്ന് പറയും. DNA അത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയും. ഇനിയും ഇത് DNA ആണെങ്കിലും RNA ആണെങ്കിലും നമ്മൾ പറഞ്ഞു പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡിന്റെ പോളിമർ. ഈ എന്താണ് പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോസാക്കറൈഡുകളെ പെപ്റ്റൈഡ് ലിങ്കേജ് വെച്ച് ജോയിൻ ചെയ്തിട്ടുള്ള പോളിമർ. ഓക്കെ, പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അമിനോ ആസിഡുകളെ പെപ്റ്റൈഡ് ലിങ്കേജ് വെച്ചിട്ടും മറ്റേത് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്, തെറ്റിപ്പോയി. അതായത് പോളിസാക്കറൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും മോണോസാക്കറൈഡുകളെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴി ജോയിൻ ചെയ്തുണ്ടാക്കപ്പെട്ട പോളിമറും, അതേപോലെ തന്നെ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡുകളെ പെപ്റ്റൈഡ് ലിങ്കേജ് വെച്ചിട്ട് ജോയിൻ ചെയ്തുണ്ടാക്കിയ പോളിമറുമാണ്. അതേപോലെ തന്നെ ഈ ന്യൂക്ലിക് ആസിഡ് ആണെങ്കിലും നമ്മുടെ RNA ആണെങ്കിലും DNA ആണെങ്കിലും അവര് ന്യൂക്ലിയോടൈഡുകളുടെ പോളിമർ ആയിരിക്കും. അതായത് ന്യൂക്ലിയോടൈഡുകളെ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് അവരുടെ ലിങ്കേജ് എന്താന്ന് പറഞ്ഞു തരാം. തൽക്കാലം ആദ്യം അത് എഴുതുക. ന്യൂക്ലിക് ആസിഡ് are the polymers of nucleotide. ന്യൂക്ലിയോടൈഡ് ആണ്. ഇവിടെ ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞൊരു ടേം കൂടെ വരുന്നുണ്ട്, ഓർത്തോണം. ഇത് ന്യൂക്ലിയോടൈഡ് ആണ്. ന്യൂക്ലിയോടൈഡ്. hence they are called polynucleotides. നമുക്കറിയാം പ്രോട്ടീൻസിനെ പോളിപെപ്റ്റൈഡ്സ് എന്ന് പറയത്തില്ലേ, അതേപോലെ തന്നെ ന്യൂക്ലിക് ആസിഡിനെ പോളിന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയും. ഇനി ഒരു ന്യൂക്ലിയോടൈഡിനകത്ത് എന്തുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈച്ച് ന്യൂക്ലിയോടൈഡ് contain a pentose sugar. അത് വേണമെങ്കിൽ ഇങ്ങനെ contains a pentose sugar. രണ്ട് phosphoric acid group. phosphoric acid. അതേപോലെ തന്നെ ഒരു നൈട്രജൻ ബേസ്. ശരിക്കും നൈട്രജൻ കണ്ടെയ്നിങ് ഹൈഡ്രോസൈക്ലിക് കോമ്പൗണ്ട് എന്നാണ് പറയുന്നത്, എങ്കിൽ നൈട്രജൻ ബേസ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡിനകത്ത് ഇതുണ്ട്. ഇത്രയും 3 ആൾക്കാരുണ്ട്. ഈ ന്യൂക്ലിയോടൈഡ് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് DNAയും RNAയും ഒക്കെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് പെന്റോസ് ഷുഗർ എങ്ങനെ ആയിരിക്കുന്നതെന്ന്, പിന്നെ പെന്റോസ് ഷുഗറും ന്യൂക്ലിക് ആസിഡും ചേർത്തിട്ട് എങ്ങനെ ആയിരിക്കുന്നത്, പിന്നെ പെന്റോസ് ഷുഗറും ന്യൂക്ലിക് ആസിഡും നൈട്രജൻ ബേസും കൂടെ ചേർന്നിട്ട് ന്യൂക്ലിയോടൈഡ് എൻറ്റയർലി എങ്ങനെ ആയിരിക്കുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കുക, നമ്മൾ ആദ്യം RNAയുടെ പെന്റോസ് ഷുഗർ വരയ്ക്കാൻ പോവാണ്. അപ്പം നമുക്കറിയാം ന്യൂക്ലിയോടൈഡിനകത്ത് പെന്റോസ് ഷുഗർ, നൈട്രോജനസ് ബേസ്, ഫോസ്ഫോറിക് ആസിഡ് ആണുള്ളത്. അതിൽ പെന്റോസ് ഷുഗർ എങ്ങനെ ആയിരിക്കുന്നത് വരയ്ക്കാൻ പോവാണ്. എഴുതാം പെന്റോസ് ഷുഗർ ഇൻ RNA. അത് ഓർത്തോണം. നമ്മൾ മറ്റേ ഫ്രക്ടോസ് വരച്ച പോലെ ആയിരിക്കും എന്നുള്ള ഓർത്തോണം. ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ. ഓക്കെ, ഇവിടെ മുകളിൽ OH, താഴെ H. ഓർത്തോണം, ഇവിടെ താഴെ OH, മുകളിൽ H. ഇവിടെ താഴെ OH, മുകളിൽ H. ഇവിടെ താഴെ H, മുകളിൽ CH2OH. ഇതാണ് ഇവന്റെ പേര്. ബീറ്റ ഡി റൈബോസ് എന്നാണ് ഇതിന്റെ പേര്. ബീറ്റ ഡി റൈബോസ്. ഓർത്തോണം, ഇതിനകത്ത് ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അടുത്തത് DNA വരുന്നത് ഈ OH മാറ്റിയിട്ട് അവിടെ H വരും. അതേ ഉള്ളൂ വ്യത്യാസം. ഒരെണ്ണം പഠിച്ചാൽ മറ്റേ എഴുതാൻ പറ്റും. അടുത്തത് പെന്റോസ്. നിങ്ങൾ താഴെ എഴുതിയാൽ മതി, ഞാൻ ഈ സൈഡിലോട്ട് അങ്ങ് എഴുതുന്നേ ഉള്ളൂ. അടുത്തത് പെന്റോസ് ഷുഗർ ഇൻ DNA. പെന്റോസ് ഷുഗർ. അതിൽ OH, OH. ഇവിടെ OH, ഇവിടെ H. അതിന് വ്യത്യാസമില്ല. ഇവിടെ H, താഴെ OH മാറിയിട്ട് ഇവിടെ H വരും.
ബാക്കി എല്ലാം അതേപോലെ OH H, അതേപോലെ ഇവിടെ H, ഇവിടെ CH2. ഇതിനെ നമ്മൾ ബീറ്റ ഡി 2 ഡിയോക്സി റൈബോസ് എന്ന് പറയും. ഡിയോക്സി റൈബോസ്. ഇതാണ് പെന്റോസ് ഷുഗർ. രണ്ടിനകത്തുള്ള പെന്റോസ് ഷുഗർ ആണ് വരച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ബേസസ്. ഒരു സെക്കൻഡ് കുഞ്ഞുങ്ങളെ. ഇനി നൈട്രോജൻ, നമ്മൾ പെന്റോസ് ഷുഗറിനെ പറ്റി പഠിച്ചു രണ്ടിനകത്തെ. ഇനി ഫോസ്ഫോറിക് ആസിഡ് ഗ്രൂപ്പ് വരുമ്പോൾ എന്ത് ചെയ്യും? നൈട്രോജനസ് സ്പേസ് വരുമ്പോൾ എന്ത് ചെയ്യും? അപ്പം അതിനു മുമ്പ് ആ ഫോസ്ഫോറിക് ആസിഡ് ഗ്രൂപ്പ് എങ്ങനെയായിരിക്കുന്നത്, നൈട്രോജനസ് സ്പേസ് എങ്ങനെയായിരിക്കുന്നത്, രണ്ടിനകത്ത് എങ്ങനെയാണെന്നുള്ളതും കൂടെ ഒന്ന് പറഞ്ഞുതരാം. നോക്കിക്കോളൂ. ഇവിടെ ബേസസ് പ്രസന്റ് ഇൻ DNA. ബേസസ് പ്രസന്റ് ഇൻ DNA. DNA-ക്കകത്ത് ഉള്ള ബേസ് എന്ന് പറയുമ്പോൾ അഡിനീന്, ഗുവാനൈന്, സൈറ്റോസിന്, അതേപോലെ തന്നെ തൈമീൻ. ഇനി ബേസസ് പ്രസന്റ് ഇൻ RNA. RNA-ക്കകത്ത് അഡിനീന്, ഗുവാനീന്, സൈറ്റോസിന്, അത് മൂന്നും മറ്റേതിന്റെ തന്നെയാണ്. പക്ഷെ തൈമീന് പകരം യുറേസിൽ എന്ന് പറയുന്ന ഒരു ബേസ് ആയിരിക്കും ഇതിനുള്ളത്. ഓക്കെ ആണല്ലോ. ഇതാണ് അതിന്റെ വ്യത്യാസം. ഓർത്ത് വെച്ചേക്കുക. ഈ പെന്റോസ് ഷുഗറില് നമുക്കറിയില്ല, അതായത് ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്റോസ് ഷുഗറും ഫോസ്ഫോറിക് ആസിഡ് ഗ്രൂപ്പും നൈട്രോജനസ് ബേസും ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. എന്നാൽ പെന്റോസ് ഷുഗറും ഫോസ്ഫോറിക് ആസിഡ് ഗ്രൂപ്പും മാത്രമായിട്ടിരിക്കുന്ന ആളിനെ നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്നാണ് പറയുന്നത്. ന്യൂക്ലിയോസൈഡ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. അതിനകത്ത് നൈട്രോജനസ് ബേസ് ഇല്ല. നൈട്രോജനസ് ബേസ് കൂടെ വരുമ്പോഴാണ് അതിനെ ന്യൂക്ലിയോടൈഡ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതും കൂടെ ഒന്ന് പറഞ്ഞു തരാൻ നോക്കിക്കോളൂ. structure of nucleic acid. It is a polynucleotide made up of nucleotides. A nucleotide is made up of നമുക്കറിയാം ഫോസ്ഫോറിക് ആസിഡ്, പിന്നെന്താ പെന്റോസ് ഷുഗർ, അതേപോലെ തന്നെ നൈട്രോജനസ് ബേസ് ആണ്. ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം. ഇതൊരു ഡോട്ട്. ഫോസ്ഫോറിക് ആസിഡ് attached to pentose sugar together called as nucleoside. അതായത് പെന്റോസും ഫോസ്ഫോറിക്കും മാത്രമാണെങ്കിൽ ന്യൂക്ലിയോസൈഡ്, പെന്റോസും ഫോസ്ഫോറിക് ആസിഡും
അതേപോലെ തന്നെ നൈട്രോജനും സ്പേസും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് അതിനെ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. അതൊന്ന് നോക്കാം, ഞാനത് പറഞ്ഞു തരാൻ നോക്കിക്കോളൂ. ന്യൂക്ലിയോസൈഡും ന്യൂക്ലിയോടൈഡും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുതരാം, നോക്കിക്കോ. അതായത് നമ്മുടെ പെന്റോ ഷുഗർ ഇത് ഇവിടെ എച്ച് മുകളിൽ ഒ എച്ച് ആയിരുന്നല്ലോ, അതവിടെ നിൽക്കട്ടെ, മുകളിൽ ഒ എച്ച് അവിടെ നിൽക്കട്ടെ. ഇവിടെ ഒ എച്ച്, ഇവിടെ എച്ച്, ഇവിടെ ഒ എച്ച്, ഇവിടെ എച്ച്, ഇവിടെ എച്ച്, ഇവിടെ CH2OH. ഇങ്ങനൊരു ചെറിയ വ്യത്യാസമുണ്ടേ. അതായത് ഫോസ്ഫോറിക് ആസിഡ് അറ്റാച്ച്ഡ് ടു പെന്റോ ഷുഗർ കോൾഡ് ആസ് ന്യൂക്ലിയോസൈഡ് എന്നല്ല പറയുന്നത്. നൈട്രോജീനിയസ് ബേസ് അറ്റാച്ച്ഡ് ടു ദ പെന്റോസ് ഷുഗർ കോൾഡ് ആസ് ന്യൂക്ലിയോസൈഡ് എന്നാണ്. ഫോസ്ഫോറിക് ആസിഡ് ഗ്രൂപ്പ് അല്ല, ക്ഷമിക്കണം, നോക്കിക്കോളൂ. നൈട്രോജീനിയസ് ബേസ് ആണ്. നൈട്രോ പറഞ്ഞ തിരിഞ്ഞു പോയതാണ്. നൈട്രോജീനിയസ് ബേസ് അറ്റാച്ച്ഡ് ടു ദ പെന്റോസ് ഷുഗർ കോൾഡ് ആസ് ന്യൂക്ലിയോസൈഡ്. അപ്പം ഇവിടെ ഒരു നൈട്രോജീനിയസ് ബേസ് ഇവിടെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നൈട്രോജീനിയസ് ബേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇവനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനിയും ഇവിടുത്തെ ഈ CH2OH ഇവിടെ ഒരു ചെറിയൊരു എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിട്ട് അവിടെ ഫോസ്ഫോറിക് ആസിഡ് ഗ്രൂപ്പ് വരുമ്പോഴാണ് അതിന് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് DNA ആണ് വരയ്ക്കുന്നത്, ന്യൂക്ലിയോസൈഡും ന്യൂക്ലിയോടൈഡും. നോക്കിക്കോളൂ. അതായത് ഇങ്ങനെ, അതായത് OH CH2O, ഇവിടെ നൈട്രോജനസ് ബേസ്, ഇവിടെ ബേസ് എന്ന് കിട്ടാലും മതി, ബേസ് കിട്ടാൽ മതി. ഇവിടെ H, ഇവിടെ OH, ഇവിടെ H, ഇവിടെ OH, ഇവിടെ H, ഇവിടെ H. ഇവിടെ നോക്കിക്കോണേ, ഇവിടെ ഞാൻ CH2OH ഞാൻ ഇങ്ങനെ ആക്കുകയാണ്. CH2 തന്നെ ഇങ്ങനെ ആക്കുന്നു. എന്നിട്ട് OH ന്റെ H മാറ്റിയിട്ട് അവിടെ ഫോസ്ഫോറിക് ആസിഡ് ഗ്രൂപ്പ് വരും. ഫോസ്ഫോറിക് ആസിഡ് ഗ്രൂപ്പ് എങ്ങനെ ആയിരിക്കും അറിയോ? H മാറ്റിയിട്ട് അവിടെ P വരും. ആ Pയിൽ ഒരു ഡബിൾ ബോണ്ട് ഓയും, ഒരു സിംഗിൾ ബോണ്ട് ഓയും, ഒരു സിംഗിൾ ബോണ്ട് ഓയും. ഇതാണ് ഫോസ്ഫോറിക് ആസിഡ്. ഇവരെയാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. നിങ്ങളെ നേരത്തെ തിരുത്തണേ, അതായത് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ്. ഫോസ്ഫോറിക് ആസിഡും പെന്റോ ഷുഗറും കൂടെ ചേർന്നിട്ടാണ് ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നതല്ല. നൈട്രോജനിയസ് ബേസും പെന്റോ ഷുഗറും കൂടെ ചേരുമ്പോഴാണ് ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. തിരിഞ്ഞു പോയതാണ്, ക്ഷമിക്കണം. അപ്പൊ അത് ഓർത്തോണം. നൈട്രോജനിയസ് ബേസ് പെന്റോ ഷുഗറിൽ ഒരു നൈട്രോജനിയസ് ബേസ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ന്യൂക്ലിയോസൈഡ്. ഇനി പെന്റോ ഷുഗറിൽ നൈട്രോജനിയസ് ബേസും ഫോസ്ഫോറിക് ആസിഡ് ഗ്രൂപ്പും കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്താ, ന്യൂക്ലിയോടൈഡ്. ഈ ന്യൂക്ലിയോടൈഡുകളുടെ പോളിമറിനെയാണ് നമ്മൾ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. അവർ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ലിങ്കേജിനെ എന്ത് പറയുന്ന അറിയാമോ? ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ് എന്ന് പറയും. അതും കൂടെ ഒന്ന് എഴുതിക്കോളൂ. ന്യൂക്ലിയോടൈഡ് join to form polynucleotide using phosphodiester linkage. പിന്നെ RNA എന്ന് പറയുമ്പോൾ സിംഗിൾ സ്ട്രാൻഡ് ആയിരിക്കും, അതും കൂടെ എഴുതണം. RNA ഈസ് സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. DNA എന്ന് പറയുന്നത് DNA ഈസ് ഡബിൾ സ്ട്രാൻഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഹെൻസ് എന്താണ് ഹെലിക്കൽ, അത് ഡബിൾ സ്റ്റാൻഡേർഡ് ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. അത് സിംഗിൾ സ്റ്റാൻഡേർഡ് ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. ഹെലിക്കൽ സ്ട്രക്ചർ, ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് ഹെലിക്കൽ സ്ട്രക്ചർ. പിന്നെ എപ്പോഴും ബേസ് കമ്പൈൻ ചെയ്യുന്നത് അഡിനിൻ എന്ന് പറയുന്നത്, അഡിനിൻ എപ്പോഴും തൈമീനുമായിട്ടായിരിക്കും കമ്പൈൻ ചെയ്യുന്നത്. അഡിനിൻ കമ്പൈൻസ് വിത്ത് തൈമീനും. അതേപോലെ തന്നെ സൈറ്റോസിൻ കമ്പൈൻ ചെയ്യുന്നത് ഗുവാനിനുമായിട്ടായിരിക്കും. കാരണം രണ്ട് സ്ട്രാൻഡ് വരുമ്പോഴേ ഇവിടെ ഉള്ള ഒരു നൈട്രോജനിയസ് ബേസ് ഇവിടെ ഒരു നൈട്രോജനിയസ് ബേസ് ആയിട്ട് കമ്പൈൻ ചെയ്യണ്ടേ.
ഇവിടെ അഡീനിൻ ആണെങ്കിൽ ഇപ്പുറത്ത് തൈമിനായി, ഇവിടെ ഗുവാനിൻ ആണെങ്കിൽ ഇവിടെ സൈറ്റോസിനായി എന്നുള്ളതാണ്. ഈ 3 ടൈപ്പ് RNA ഉണ്ട്. ട്രാൻസ്ഫർ RNA, റൈബോസോമൽ RNA, മെസ്സഞ്ചർ RNA. അതൊന്നും ഞാൻ പറയുന്നില്ല, അത് ഇമ്പോർട്ടൻ്റ്. എന്നാലും പറഞ്ഞേക്കാം. അതായത് tRNA അത് ട്രാൻസ്ഫർ RNA ആണ്. പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് tRNA. നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഒന്ന് ട്രാൻസ്ഫർ RNA ആണ്. അതേപോലെ ഒന്ന് rRNA എന്ന് പറയുമ്പോൾ റൈബോസോമൽ RNA. RNA. അടുത്തത് mRNA എന്ന് പറയുമ്പോൾ mRNA മെസ്സഞ്ചർ RNA ആണ്. മെസ്സഞ്ചർ. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ ഒന്നും ഞാൻ എഴുതുന്നില്ല കേട്ടോ, കാരണം നമുക്കറിയാം ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫോറൻസിക് പർപ്പസിന് വേണ്ടി, അതായത് ക്രിമിനൽസിനെ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നു ന്യൂക്ലിക് ആസിഡ്, അതായത് DNA RNA. അതേപോലെ തന്നെ പാറ്റേണിറ്റി അറിയാൻ വേണ്ടി പല കേസുകളിലും ഒക്കെ പാറ്റേണിറ്റി ഒക്കെ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരു ആക്സിഡന്റിൽ എന്താണ് ഡെഡ് ബോഡീസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബയോളജിക്കൽ ഇവല്യൂഷൻ റീറൈറ്റ് ചെയ്യാൻ വേണ്ടി ഈ DNA ഫിംഗർ പ്രിന്റിങ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ന്യൂക്ലിക് ആസിഡിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, DNA ആണ് ഹെറിഡിറ്റി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹെറിഡിറ്ററി ഇൻഫോർമേഷൻസ് ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൊണ്ടുപോകുന്നത് ഓക്കെ ആണല്ലോ. പിന്നെ പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടി സഹായിക്കുന്നു എന്നുള്ളത് വേറൊരു ഫംഗ്ഷനും കൂടാണ്. അപ്പൊ അത് ഞാൻ എഴുതുന്നില്ല, അത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഈ ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ് എപ്പോഴും എന്താണ്, ഇങ്ങനെയായിരിക്കും. അതിന്റെ പടം കൂടെ വരയ്ക്കും. നിങ്ങൾക്ക് പഠിക്കുകയൊന്നും വേണ്ട, പക്ഷെ പടം ഞാൻ വരച്ച് കാണിക്കാം. 2 ന്യൂക്ലിയോടൈഡുകൾ കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാകുന്ന ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ് കാണിക്കാമേ. ഇങ്ങനെ വരുന്നു. ഇവിടെ നമുക്കറിയാം, ഇവിടെ ബേസ് ആണ്. ഇവിടെ OH ആണ്. ഇവിടെ എന്താണ് H, ഇവിടെ OH, ഇവിടെ OH, ഇവിടെ H, ഇവിടെ H, ഇവിടെ CH2 OL, ഡയറക്റ്റ് ഒരു B, അതേ ഒരു ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ടോ. ഇതേപോലെ തന്നെ താഴെ ഒരാളെ കൂടെ വരച്ചു കഴിഞ്ഞാൽ, വരയ്ക്കുക. അതായത് ഇതേപോലെ തന്നെ താഴെ ഒരാളെ കൂടെ വരയ്ക്കുക. അതായത് OCCCO. ഇവിടെ ബേസ് ആണ്. ഇവിടെ OH, ഇവിടെ H, ഇവിടെ OH, ഇവിടെ OH, ഇവിടെ H, ഇവിടെ H. ഇവിടെ നോക്കിയേ, ഇവിടത്തെ മറ്റേ CH2 ഗ്രൂപ്പ് ഉണ്ടല്ലോ, നേരെ ഒടിഞ്ഞു മോളിൽ കയറുമെന്ന് വിചാരിച്ചു. അതായത് തന്നെ ഇങ്ങനെ വരും. ഇവിടെ CH2 ഇങ്ങോട്ടേക്ക് നീക്കി വെക്കുവാണ്. ഇവിടെ CH2 OL, അതേല് ഫോസ്ഫോറിക് ആസിഡ് ഗ്രൂപ്പ് അല്ലേ, അത് ഇങ്ങനെ വരും. ഇങ്ങനെ എഴുതാം നമുക്ക്. ഇതേല് ഒരു P, ഇത് ഡബിൾ ബോണ്ട് OA, ഇത് ഇവിടെ ഒരു സിംഗിൾ ബോണ്ട്. നോക്കി, ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇവിടെ ഒരു O ഉണ്ടല്ലോ, ഈ Oയും ഈ OHും കൂടെ എന്ത് ചെയ്യും, ഇത് അങ്ങോട്ടേക്ക് എലിമിനേറ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ജോയിൻ ആവും. കണ്ടോ, ഇങ്ങനെ. ഈ ലിങ്കേജിനെയാണ് ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ് എന്ന് പറയുന്നത്. ഇത് പരീക്ഷയ്ക്കൊന്നും ചോദിക്കുന്നില്ല, എങ്ങനെ വരയ്ക്കാനൊന്നും ചോദിക്കുന്നില്ല. ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ എങ്ങനെ ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ് വരുന്നുള്ളത്. ഓർത്ത് വെച്ചേക്കാം. ഇത് പഠിക്കണ്ട കേട്ടോ. ഇപ്പൊ ലാസ്റ്റ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് പഠിക്കേണ്ടത് ഒന്ന് എന്താണ് ന്യൂക്ലിക് ആസിഡ് എന്താണെന്നുള്ളതും, ന്യൂക്ലിക് ആസിഡിനകത്ത് എന്തൊക്കെയുണ്ട്, ന്യൂക്ലിക് ആസിഡ് ന്യൂക്ലിയോടൈഡിന്റെ
പോളിമർ ആണെന്നും ആ ന്യൂക്ലിയോടൈഡിനകത്ത് എന്തൊക്കെയുണ്ടെന്നും അത് പെന്റോസ് ഷുഗറും ഫോസ്ഫോറിക് ആസിഡ് നൈട്രജൻ ബേസും ഉണ്ടെന്നും പെന്റോസ് ഷുഗർ എങ്ങനെയായിരിക്കുന്നതെന്നും അത് RNAയുടെയും DNAയുടെയും പേര് പഠിക്കണം, സ്ട്രക്ചറും പഠിക്കണം, പിന്നെ അതിന്റെ ബേസ് ഏതൊക്കെയാണെന്നുള്ള പഠിക്കണം, ഏത് ബേസ് ഏതുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു പഠിക്കണം, ന്യൂക്ലിയോടൈഡ് എന്താന്ന് പഠിക്കണം, ന്യൂക്ലിയോസൈഡ് എന്താന്ന് പഠിക്കണം, ഫോസ്ഫോഡൈഎസ്റ്റർ ലിങ്കേജ് വഴിയാണ് രണ്ട് ന്യൂക്ലിയോടൈഡ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്നും പഠിക്കണം. ഇത്രയും പഠിച്ചാൽ വേറെ ഒന്നുമില്ല. ചാപ്റ്റർ ഇത്രയുമേ ഉള്ളൂ. ഇവിടെ കൊണ്ടാണ്